ഇന്നൊരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ്. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കോക്കനട്ട് കുക്കീസാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് ഓവനിൽ വെച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും. വളരെ ഈസിയാണ് ഈ ബിസ്ക്കറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. വെൽക്കം ടു പാറൂസ് പാൻട്രി. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുന്നതിനെ പറ്റി ആദ്യം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വളരെ കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ചൂട് കട്ടിയുള്ള പാത്രമാണ് വേണ്ടത്. അതിലേക്ക് നമുക്കത് ഇതുപോലെ വയറാക്ക് പോലത്തെ ഒരു ചെറിയൊരു നമ്മളിത് ചൂട് ഉള്ള പാത്രമൊക്കെ ടേബിളിൽ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹോൾസ് ഉള്ള ഏതെങ്കിലും ഒരു അടപ്പ് പാത്രം എടുത്താലും മതി. എന്നിട്ട് ഇതിനകത്താണ് ഇതിൻ്റെ മേളിലാണ് നമ്മുടെ ട്രേ വെക്കുന്നത്. ഈ ട്രേയിൽ നമ്മൾ കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ട്രേ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു അടപ്പ് പാത്രം, ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ഒരു അടപ്പ് പാത്രം എടുത്തിട്ട് ഇതിൽ കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് വെച്ചിരുന്നാൽ മതി. ഞാൻ ഇത്തിരി ബട്ടറോട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ എടുക്കുന്ന പാത്രത്തിന് ഒരു നല്ലൊരു അടപ്പ് കൂടെ ഉണ്ടായിരിക്കണം, അധികം എയർ ലീക്കാവാത്ത അടപ്പ് ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ അടപ്പ് വെച്ചിട്ട് പാത്രം അടച്ചിട്ട് ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ മാത്രമേ നമ്മൾ ബിസ്ക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറോട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആ ബട്ടർ പേപ്പറോട് വെച്ച് കൊടുക്കും. അപ്പം ബിസ്ക്കറ്റിൻ്റെ ആ ബോട്ടം പോർഷൻ പെട്ടെന്ന് അങ്ങനെ കരിയത്തില്ല. അപ്പം എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ട്രേ നമ്മളുടെ പാത്രത്തിൽ വെക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് വെക്കാനും എടുക്കാനും പറ്റുന്നതായിരിക്കണം. അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഓവനും ഇതുപോലെ തന്നെ ഞാൻ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 15 മിനിറ്റുള്ളിൽ നമുക്ക് നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ ഡൗ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഡൗ റെഡിയാക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർ നിങ്ങൾക്ക് 50 to 80 ഗ്രാം വരെയൊക്കെ എടുക്കാം കേട്ടോ. ബട്ടർ എത്രമാത്രം എടുക്കുന്നോ അത്ര ടേസ്റ്റ് കൂടും, സോഫ്റ്റ് ആയിരിക്കും ബിസ്ക്കറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട് ഞാൻ ഒരു 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കാം. പക്ഷേ പഞ്ചസാര പൊടിച്ച് ചേർക്കുമ്പോഴേ എപ്പോഴും ഈ ഒരു എമൗണ്ടിനെക്കാട്ടും കുറവായിരിക്കും ചേർക്കേണ്ടത്. കാരണം ഐസിങ് ഷുഗറിനെക്കാട്ടും നമ്മുടെ പഞ്ചസാരയ്ക്ക് മധുരം കൂടുതലാണ്. പിന്നെ ഞാനിവിടെ ഒരു വിസ്ക്കാണ് യൂസ് ചെയ്യുന്നത് മിക്സ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ അടുത്തവിയുടെ നമ്മുടെ ഇതുപോലത്തെ ഈ തവിയില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഇതിപ്പം നമ്മളിപ്പം ഈ പഞ്ചസാരയും പിന്നെ ബട്ടറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. മിക്സ് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഫ്ലഫി ആൻഡ് സ്മൂത്ത് ആക്കി എടുക്കണം കേട്ടോ. കാരണം പ്രോപ്പറായിട്ട് അത് മിക്സ് ആവണം. ഈ ഷുഗറിൻ്റെ പൊടികളൊന്നും ഒട്ടും തന്നെ ഇല്ലാതെ ബട്ടറുമായിട്ട് അത് പ്രോപ്പറായിട്ട് മിക്സായി ആക്കി എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആകും നന്നായിട്ട് മിക്സ് ആകുമ്പോഴും. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വാനില എസൻസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്ന ഇത്തിരി ബട്ടർ വാനിലയാണ്, കളറില്ലാത്ത ടൈപ്പാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള വാനില എസൻസ് ഏതാണെങ്കിലും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മളുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല, അതെന്ന് പറയുന്നത് ഈ കോക്കനട്ടിൻ്റെ പൗഡറാണ്. നമുക്കൊരിക്കലും ഈ ഇതിനകത്തൊക്കെ ഫ്രഷ് കോക്കനട്ട് ചേർത്ത് ഉണ്ടാക്കിയാൽ അതൊരിക്കലും ഇരിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ടാണ് നമ്മളൊന്ന് പൗഡറാക്കി ഡ്രൈ ആക്കി എടുക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ മൈദ ഞാനൊരു സീവറിലോട്ട് ഒരു അരിപ്പയിലോട്ടാണ് ഇടുന്നത്. ഈ 1 കപ്പ് മൈദയ്ക്കകത്തുനിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് മാറ്റുന്നുണ്ട്. ഇതിന് പകരം ഇതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഇതിന് പകരം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതോട് ഇത്രയും ചേർത്തിട്ട് ഞാൻ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും പാൽപ്പൊടിയും എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം അത്യാവശ്യം ബട്ടറും പിന്നെ ഷുഗറും ഒക്കെ ആയിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ബാക്കി ഇനി എത്രമാത്രം ലിക്വിഡ്, അതായത് മിൽക്ക് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും എത്രമാത്രം ചേർക്കണം എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു മോയ്സ്ചർ ലെവൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാവുന്ന എല്ലാം ഒന്ന് യോജിപ്പിക്കുക. ഇനി ഞാൻ പറഞ്ഞുതരാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഈ കോക്കനട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് ഇതിനകത്ത് കോക്കനട്ടായിട്ട് ചേർത്താൽ ചീത്തയായി പോകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് വറുത്തെടുക്കും, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ
തേങ്ങ ചിരകിയാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചിരട്ടയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ആ ബ്ലാക്ക് കളറിലെ ബ്രൗൺ കളറിലെ ആ പോർഷൻ എടുക്കരുത്, ഒൺലി വൈറ്റ് പോർഷൻ മാത്രം എടുക്കുക. എടുത്തിട്ട് അത് അറിയാമല്ലോ, നമ്മൾ ചിരവി എടുക്കുമ്പോൾ എപ്പോഴും വലിയ പീസസ് ആയിരിക്കും കുറച്ച്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അതൊന്ന് ഒരു ചീനച്ചട്ടിയിലോ പാത്രത്തിലോ ഇട്ടിട്ട് ഒന്ന് വറക്കണം. ഒരു 5 മിനിറ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്നത് ചെറിയ രീതിയിൽ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം വലിയ പീസല്ലേ, അത് എന്നിട്ട് അതെടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കണം. അതായത് അതിൻ്റെ തരി ഒന്ന് ചെറുതാക്കണം. എന്നിട്ട് അത് വീണ്ടും അടുപ്പിലിട്ടിട്ട് അതേ പാത്രത്തിലിട്ടിട്ട് അത് വീണ്ടും ഒന്ന് ലൈറ്റ് വെയിറ്റ് ആവുന്ന വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കരിയാതെ നോക്കണം. കളറ് ഒന്നും മാറത്തേയില്ല, കളറ് നന്നായിട്ട് ഡ്രൈ ആയി വരും. നല്ല പൗഡറായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പം അങ്ങനെയാണ് അത്. അതല്ല നിങ്ങൾ മുഴുവൻ തേങ്ങ പൊട്ടിച്ചിട്ട് എടുക്കുന്നെങ്കിൽ മുഴുവൻ തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ ബാക്കിലത്തെ ആ ഡാർക്ക് പോർഷൻ അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് തരിതരിയാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ അതിനകത്ത് ചേർക്കാൻ പോകുന്നത്, ഞാൻ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചല്ലോ, ആ മിൽക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും ചേർക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കാരണം 1-2 സ്പൂണൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ നമ്മളത് നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരിക്കലും പ്രഷർ എടുത്ത് മിക്സ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യണം, കാരണം ബിസ്ക്കറ്റ് ഹാർഡായി പോകും. അതുകൊണ്ട് ഈ പാലൊഴിച്ചിട്ട് പയ്യെ അത് മിക്സ് ചെയ്തിട്ടൊരു ഒരു ചപ്പാത്തി ബാറ്റർ പോലെ ആക്കിയെടുക്കണം. അതായത് ഇതുപോലെ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 5 ടീസ്പൂൺ പാലൊഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്ര ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒഴിക്കുക. പിന്നെ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ബിസ്ക്കറ്റ് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓവനിലേക്ക് ഇതുപോലൊരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണെങ്കിലും ഇതാക്കാം കേട്ടോ. റൗണ്ടോ അല്ലെങ്കിൽ ഒരു ഷീറ്റാക്കിയിട്ടൊന്ന് പരത്തി എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, എങ്ങനെ വേണേയാകാം. ഞാനിവിടെ ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടിയിട്ട് കൈയുടെ വെള്ളയിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത കാരണം ബിസ്ക്കറ്റ് കുറച്ചുകൂടെ ഒന്ന് പരന്നു വരും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് അപ്പോൾ ഒത്തിരി അങ്ങ് പരത്തണ്ട. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ഒന്നെടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ടോപ്പ് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെച്ചിട്ടില്ലേ, ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്തോട്ട് ഞാനതിൻ്റെ ഒരു പോർഷൻ, മേളിലത്തെ പോർഷൻ മാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു നല്ല ഭംഗിയായിരിക്കും. ഈ കോക്കനട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് മേളിലുള്ളത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഇത് ഞാൻ ട്രേയിലിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ട്രേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റേ സ്റ്റൗ ടോപ്പിലേക്ക് വേണ്ടിയിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതോടെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് മൊത്തം ഒരു 15 കുക്കീസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെക്കാനുള്ളതാണ്. അവസാനം വന്ന ചെറുത് ഞാൻ നടുക്കോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ഞാനിതാ എടുത്ത് വെച്ചു, റെഡിയാക്കി അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടണം. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് ലോ ഫ്ലെയിമിലോട്ടാക്കണം. അപ്പോൾ പ്രോപ്പറായിട്ട് അടച്ച് വെച്ചിട്ട് എയർ കയറാതെ വേണം കുക്ക് ചെയ്യാൻ. അപ്പം ഓവനിലും ഇതുപോലെ തന്നെ ഞാൻ വെക്കാൻ പോവാണ് കേട്ടോ. ഓവനിലും വെച്ചിട്ടുണ്ട്. ഓവനിലും ഇതുപോലെ തന്നെ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ്സാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്നുള്ളത്. സ്റ്റൗ ടോപ്പിൽ എത്ര സമയം എന്നുള്ളത് ഞാൻ എടുത്തിട്ട് പറയാം കേട്ടോ. ഇത് ഓവനിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 24 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് സമയം നിങ്ങൾ വെക്കേണ്ട, കാരണം ഒരുപാട് സമയം വെച്ചാൽ ബിസ്ക്കറ്റ് ഹാർഡായി പോവും. അതുകൊണ്ട് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴത്തേക്ക് മുകളിലങ്ങ് ഒരുപാട് ബ്രൗൺ ആവാനും നിൽക്കേണ്ട. കോക്കനട്ട് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഇത്രയൊക്കെ ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളങ്ങ് എടുക്കണം. തൊട്ട് നോക്കുമ്പോൾ സെൻറ്ററിലൊക്കെ ചെറിയൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും, പക്ഷേ മുഴുവൻ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് കണ്ട ബോട്ടമൊക്കെ ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതിൻ്റെ ആ ഡിസൈനാണ് ഈ ഷീറ്റിൻ്റെ അടിയിലേതാ ആ ട്രേയുടെ ഡിസൈനാണ് ആ ബിസ്ക്കറ്റിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാനേ പാടുള്ളൂ. അപ്പോഴത്തേക്ക് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പം ഈ സമയം കൊണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിലൊന്ന് നോക്കിയായിരുന്നു, ഒരു ഇത്തിരി കൂടെ റെഡി ആവാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി ഫ്ലെയിം കൂടെ ഇട്ടിട്ട് വെച്ച് കുറച്ച് നേരം. അപ്പോൾ സമയമായിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് 32 മിനിറ്റ്സ് എടുത്തെനിക്ക് കേട്ടോ. ഈ സ്റ്റൗ ടോപ്പിൽ വെച്ചത് ഒരു 32 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓവനിൽ വെച്ചതാണെങ്കിൽ ഒരു 24 മിനിറ്റ്സ്. അപ്പം ഒരുപാട് സമയം ബ്രൗൺ ആകാൻ വേണ്ടി നിൽക്കേണ്ട നിങ്ങൾ കേട്ടോ. അതായത് ഇപ്പം ഞാൻ ബിസ്ക്കറ്റ് എല്ലാം ഒരു സെയിം ട്രെയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കൊരു 15 ബിസ്ക്കറ്റ് ഉണ്ട്. ലാസ്റ്റത്തെ ഒരു ചെറുതാണ്. അപ്പം സ്റ്റൗ ടോപ്പിൽ ചെയ്തതും കണ്ടോ, കറക്റ്റായിട്ട് അതിൻ്റെ ബോട്ടമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഈ ബിസ്ക്കറ്റിനില്ലേ, നിങ്ങൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പിൽ പുറത്തൊരു നല്ല ക്രഞ്ചി
ഫീലാണ്. അകത്തൊരു ചൂയി ടെക്സ്ചറാണ്. അതങ്ങനെയാണ് അത് കേട്ടോ. അപ്പം അത് കുക്കാവാഞ്ഞിട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട, അതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കണ്ടോ അതിൻ്റെ ആ കോക്കനട്ടിൻ്റെ ആ സ്പ്രെഡിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ. അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു കുക്കീസാണിത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.